എക്സാലോജിക് ഇടപാടിൽ ഇ.ഡി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ CMRLന് ഹൈക്കോടതിയിൽ നിന്ന് താൽക്കാലിക ആശ്വാസം. അപ്പീലിൽ വിധി പറയുന്നതുവരെ തുടർ നടപടികൾ പാടില്ലെന്ന് ഇ.ഡിക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. വെള്ളിയാഴ്ചയാണ് വിധി പറയുന്നത്. അതേസമയം അപ്പീലിൽ കക്ഷിയല്ലാത്ത വീണാറ്റി അടക്കമുള്ളവർക്കെതിരായ നടപടി തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇതിൽ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നൊരാവശ്യം കോടതി പരിഗണിച്ചില്ല. പകരം വാദങ്ങൾ മുഴുവൻ കേൾക്കാം എന്ന് പറയുന്നു. അത് നീട്ടിക്കൊണ്ടു പോകില്ല എന്ന് ഉറപ്പ് നൽകുകയായിരുന്നു. അത് പ്രകാരം ഇന്ന് വാദങ്ങൾ വിശദമായി തന്നെ കേട്ടു. ഇനിയിപ്പോൾ വിധി പറയുന്നത് വെള്ളിയാഴ്ച. അതുവരെ തുടർ നടപടി പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണത്. CMRLനും മറ്റു കക്ഷിക്കാർക്കും മാത്രം ബാധകം, വീണാറ്റിക്ക് ബാധകമല്ല. വീണാറ്റിക്ക് ബാധകമല്ല എന്ന കാര്യം കോടതി വ്യക്തമാക്കിയിട്ടില്ല. കാരണം കോടതി കേസ് നിലനിൽക്കുന്നത് CMRLും EDയുമായാണ്. സ്വാഭാവികമായും CMRLിനെതിരെയുള്ള നടപടികൾ പാടില്ല എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ അത് മറ്റു രീതിയിൽ അനുമാനിക്കുമ്പോൾ അത് വീണയ്ക്കെതിരെ നടപടിയാകാം എന്ന് നമുക്ക് കോടതി പറഞ്ഞതല്ല, അല്ലാതെ നമുക്ക് അതിനെ അനുമാനിച്ചെടുക്കാൻ സാധിക്കും. അതാണ് അതിൽ പറയാനുള്ളത്. മറ്റൊന്ന്, ഇന്ന് വിശദമായ വാദം കേട്ടു. അതായത് 3 കക്ഷികളുടെയും വിശദമായ വാദം കേട്ടു. EDയുടെയും CMRLിന്റെയും അതോടൊപ്പം CMRLിലെ ജീവനക്കാരുടെയും വാദം കേട്ടു. CMRL മുന്നോട്ട് വെച്ചത് നേരത്തെ സിംഗിൾ ബെഞ്ചിന് മുൻപാകെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. EDയുടെ അന്വേഷണ പരിധിക്ക് പുറത്തുള്ള വിഷയമാണിത്. ഒപ്പം തന്നെ ഒരു FIR ഇല്ലാതെയാണ് ED ECR രജിസ്റ്റർ ചെയ്തത്. അത്തരം സാഹചര്യത്തിലേക്ക് EDക്ക് കടക്കാൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സാധിക്കില്ല. നേരത്തെ SFIO തന്നെ ഈ കമ്മീഷൻ സെറ്റിൽമെന്റ് ബോഡിയുടെ മുമ്പാകെ ഇത് പരിഹരിച്ച വിഷയമാണ്. അതിൽ പിന്നാലെ ഈ അന്വേഷണം നടത്തുന്നത് അതിന് EDക്ക് അവകാശമില്ല തുടങ്ങിയ സാങ്കേതികത്വമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ CMRL മുന്നോട്ട് വെച്ചത്. ED ആകട്ടെ തങ്ങൾക്കിത് അന്വേഷിക്കാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള കേസാണ് തങ്ങൾ പരിഗണിക്കുന്നത്, കമ്പനി ആക്ട് പ്രകാരമുള്ള കേസല്ല. ഇത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ മാത്രമേ ഇതിന്റെ ഒരു വസ്തുത പുറത്തു വരികയുള്ളൂ. SFIO റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ അന്വേഷണം. കാരണം ചില സേവനങ്ങൾ CMRLിന് എക്സാലോജിക്ക് നൽകി, അതിന്റെ പണം ആണ് നൽകിയതെന്നൊക്കെ CMRL പറഞ്ഞെങ്കിലും അത്തരത്തിലൊരു കണ്ടെത്തലും SFIO റിപ്പോർട്ടില്ല. മറിച്ച് ചില ഫേവറുകൾക്ക് വേണ്ടി ഇത്തരം പണം നൽകിയെന്നാണ് SFIO പറയുന്നത്. അതുകൊണ്ട് ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഒരു എലമെന്റ് ഉണ്ട് എന്ന് ED പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്വേഷിക്കാനുള്ള അവകാശമുണ്ട്. PMLA ആക്ട് 50 പ്രകാരമാണ് നോട്ടീസ് നൽകിയത്, അത് അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള നോട്ടീസാണ് തുടങ്ങിയ സാങ്കേതികത്വമൊക്കെ പറഞ്ഞ് EDയും പ്രതിരോധിച്ചിട്ടുണ്ട്. CMRL ജീവനക്കാരുടെ ഹർജിയും അവരുടെ ഭാഗവും വിശദമായി തന്നെ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് വെള്ളിയാഴ്ച ഇതിൽ വിധി പറയാമെന്ന നിലപാടിലേക്ക് ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെ ബെഞ്ച് പോയിട്ടുള്ളത്. വെള്ളിയാഴ്ച ഈ കേസിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഏറെ നിർണായകമാണ്. വെള്ളിയാഴ്ച വരെ ഈ കേസിൽ ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് ED അറിയിച്ചിട്ടുണ്ട്. അതായത് വീണയ്ക്കെതിരെ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ആ നടപടിയിലേക്ക് ED നിലവിൽ പോകുന്നില്ല. വെള്ളിയാഴ്ച കേസിന്റെ സ്ഥിതി എന്താണ് എന്ന് അറിഞ്ഞിട്ട് തുടർ നടപടി സ്വീകരിക്കാമെന്നാണ് ED ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.